വെൽക്കം ടു സിംപ്ലിഫൈങ് ലോ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് BNSൻ്റെ അണ്ടറിലുള്ള കൾപ്പബിൾ ഹോമിസൈഡാണ്. എല്ലാവർക്കും വരുന്നൊരു സംശയമാണല്ലേ, കൾപ്പബിൾ ഹോമിസൈഡ് മർഡറും സെയിം ആണോ എന്ന്. എന്നാൽ അല്ല. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് കൾപ്പബിൾ ഹോമിസൈഡ് അണ്ടർ BNS ആണ്. BNSൽ കൾപ്പബിൾ ഹോമിസൈഡ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സെക്ഷൻ 100ലാണ്. കൾപ്പബിൾ ഹോമിസൈഡ് എന്ന് പറയുന്നത് ഡെത്ത് കോസ്ഡ് ബൈ എ ഹ്യൂമൻ ആക്ട് പണിഷബിൾ ബൈ ലോ. ലോൻ്റെ അണ്ടറിൽ പണിഷബിൾ ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ആക്ട് വഴി ഒരു ഡെത്ത് കോസ് ആവുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, കൾപ്പബിൾ ഹോമിസൈഡ് എന്ന് പറയാം. എല്ലാ മർഡറും കൾപ്പബിൾ ഹോമിസൈഡാണ്. പക്ഷേ എല്ലാ കൾപ്പബിൾ ഹോമിസൈഡും എന്തല്ല, മർഡർ അല്ല. നെവർ ഫോർഗെറ്റ് ദിസ്, ഓൾ മർഡേഴ്സ് ആർ കൾപ്പബിൾ ഹോമിസൈഡ് ബട്ട് നോട്ട് ഓൾ കൾപ്പബിൾ ഹോമിസൈഡ് ആർ മർഡർ. ഇത് എപ്പോഴും മൈൻഡിൽ വെക്കേണ്ട ഒരു കാര്യമാണ്. ഈ കൾപ്പബിൾ ഹോമിസൈഡിന് തന്നെ 2 ബ്രാഞ്ചസ് ഉണ്ട്. കൾപ്പബിൾ ഹോമിസൈഡ് അമൗണ്ടിങ് ടു മർഡറും കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് അമൗണ്ടിങ് ടു മർഡറും. കൾപ്പബിൾ ഹോമിസൈഡിന് എസെൻഷ്യൽസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഡെത്ത് കോസ് ആയിട്ടുണ്ടാവണം, ഒരു ആക്റ്റ് ആയിരിക്കണം, ഒരു ഹ്യൂമൻ്റെ ആക്റ്റ് ആയിരിക്കണം അത് ഡെത്തിലേക്ക് ലീഡ് ചെയ്തിട്ടുണ്ടാവുക. അവിടെ ഇൻറ്റൻഷൻ ഉണ്ടാവണം, കൊല്ലണം എന്നുള്ള ഇൻറ്റൻഷൻ ഉണ്ടാവണം. അവിടെ ഫേറ്റിലോ അല്ലെങ്കിൽ ഇഞ്ചുറിയോ ഉണ്ടാക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി അല്ലെങ്കിൽ ഒരു ഇൻറ്റൻഷനോട് കൂടി തന്നെയായിരിക്കണം ചെയ്തത്. നോളേജും കൂടി ഉണ്ടാവണം. സോ ഇത്രയും എസെൻഷ്യൽസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കത് കൾപ്പബിൾ ഹോമിസൈഡ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. നമുക്കിനി ഒരു കേസ് ലോ നോക്കാം. ആ കേസ് ലോൻ്റെ പേര് സ്റ്റേറ്റ് വേഴ്സസ് ബെയ്റു സട്ടോ എന്നുള്ള കേസാണ്. ഈ കേസിൽ എന്താ പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എ എന്ന് പറയുന്ന ഒരാൾ ബീൻ്റെ വായിലേക്ക് ഒരു തുണി സ്റ്റഫ് ചെയ്തു. അതെന്തിനാണ്, ജസ്റ്റ് ഒന്ന് സൈലൻ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇതാക്കിയത്, അല്ലാതെ കൊല്ലണം എന്നൊരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. അപ്പോൾ എ ഇവിടെ കൾപ്പബിൾ ഹോമിസൈഡിന് ലയബിളാണ്. കാരണം എക്ക് അറിയാം ഇങ്ങനെ വായിൽ തുണി സ്റ്റഫ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്കൊന്നില്ലെങ്കിൽ ഫീറ്റിൽ സംഭവിക്കാം, ഇഞ്ചുറി സംഭവിക്കാം എന്നുള്ള ഇൻറ്റൻഷൻ ഉണ്ട്, അതുപോലെ തന്നെ നോളേജും ഉണ്ട്. അപ്പോൾ ഈ 2 കാര്യങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ ഇതെന്താണ്, കൾപ്പബിൾ ഹോമിസൈഡാണ്. ഇതേ കേസ് നമുക്കൊരു ഇല്ലുസ്ട്രേഷനായിട്ടും എഴുതാം. ഇനി നമുക്ക് പണിഷ്മെൻറ്റ് നോക്കാം. കൾപ്പബിൾ ഹോമിസൈഡിൻ്റെ പണിഷ്മെൻറ്റ് പറയുന്നത് സെക്ഷൻ 105 ഓഫ് BNSലാണ്. ഇൻറ്റൻഷനും നോളേജും ഉണ്ടെങ്കിൽ ലൈഫ് ഇംപ്രിസൺമെൻറ്റോ അല്ലെങ്കിൽ ഇംപ്രിസൺമെൻറ്റ് 5 to 10 years പ്ലസ് ഫൈനോ ആയിരിക്കും. ഇനി നോളേജ് മാത്രമേ ഉള്ളൂ, ഇൻറ്റൻഷൻ ഇല്ലയെന്നുണ്ടെങ്കിൽ അപ് ടു 10 years വരെയും പ്ലസ് ഫൈനും ആയിരിക്കും ഉണ്ടാവുക. Thank you for joining me. I hope you found it helpful. Don't forget to like and subscribe for more law related contents. Thank you.